ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ തക്കാളി ചട്നിയുടെ വീഡിയോ ആണിന്ന്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഉഴുന്നുപരിപ്പ് കളർ മാറിയാൽ 2 വെളുത്തുള്ളി ചേർക്കാം. കൂടാതെ 3 എരിവുള്ള മുളകും ഒരു വലിയ സവാള നുറുക്കിയതും ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റാം. ഇതിലേക്ക് 2 വലിയ തക്കാളി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെച്ച് ചെറുതീയിൽ വേവിക്കാം. ഇപ്പോൾ തക്കാളി കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് തണുക്കാൻ വെക്കാം. ഇപ്പോൾ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. വറവിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് ചട്നി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. രുചികരമായ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്.